മകനും മകളും ഉൾപ്പെടുന്ന കോൺഗ്രസ് രാജവംശവും മകളും മരുമകനും അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് രാജവംശവും മത്സരിച്ച് അഴിമതി നടത്തുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസും CPM-ഉം പ്രീണന രാഷ്ട്രീയത്തിലെ പങ്കാളികളെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. വികസിത കേരളം എറണാകുളം നോർത്ത് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പുതുതായി BJP-യിലേക്ക് എത്തിയവരെ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചു. മോദി സർക്കാർ അഴിമതിരഹിത വികസനമാണ് നടത്തുന്നതെന്നും മകനും മകളും ഉൾപ്പെടുന്ന കോൺഗ്രസ് രാജവംശവും മകളും മരുമകനും അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് രാജവംശവും മത്സരിച്ച് അഴിമതി നടത്തുകയാണെന്നും കോൺഗ്രസ് എന്നും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അഭിപ്രായപ്പെട്ടു. രണ്ട് പാർട്ടിക്കുണ്ട് രാജവംശം. ഒരു പാർട്ടിയുടെ രാജവംശം മകനും മോളും, മറ്റേ പാർട്ടിയിലെ രാജവംശം മരുമകനും മോളും. അവിടെ ഒരു രാജവംശം നാഷണൽ ഹെറൽഡിന്റെ 2000 കോടിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം തട്ടി പോക്കറ്റിലിടുന്നു. ഇവിടുത്തെ രാജവംശം മകളുടെ കമ്പനിയിൽ ഒന്നും ചെയ്യാണ്ട് കോടിക്കണക്കിന് കാശ് ഇങ്ങനെ ഒരു മാജിക് ആയിട്ട് കമ്പനിയിൽ വരുന്നു. അത് എവിടുന്നാ വരുന്നത്? ഒരു കമ്പനി CMRL ഷെയർ ഹോൾഡർ ആരാണ്? സംസ്ഥാന സർക്കാർ. അപ്പൊ സംസ്ഥാന സർക്കാർ കാശ് ഇടുന്നു ഒരു കമ്പനിയിൽ, ആ കമ്പനി കാശ് കൊടുക്കുന്നു രാജവംശത്തിന്റെ മകളുടെ ഒരു കമ്പനി. രാജവംശത്തിന്റെ മകളുടെ കമ്പനി ആ കാശ് എടുത്തിട്ട് ഒന്നും ചെയ്യുന്നില്ല, അത് ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഹമാസിനെതിരെ സംസാരിച്ചപ്പോൾ തന്നെ വർഗീയവാദിയായി മുഖ്യമന്ത്രി ചിത്രീകരിച്ചെന്നും പെഹൽഗാമിൽ മതം നോക്കി നിരപരാധികളെ കൊന്ന പാക് ഭീകരരെ ന്യായീകരിക്കാൻ CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ഞാൻ ഹമാസിനെതിരെ പറഞ്ഞപ്പോൾ ചാടി ഒന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വർഗീയവാദിയാണ്. അപ്പൊ ഹമാസിനെതിരെ പറയാൻ പാടില്ലേ? ജമ്മു ആൻഡ് കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ആ ഒരു വിഷ്യസ് അറ്റാക്ക്, സാധാരണക്കാര് നിരപരാധി സഞ്ചാരത്തിന് പോയ അവരെ മതം ചോദിച്ചു കൊന്ന പാകിസ്ഥാനി ഭീകരവാദികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ CPM-ഉം ചാടുന്നു, കോൺഗ്രസ് പാർട്ടിന്റെ ഇവിടുത്തെ ലീഡേഴ്സും കർണാടകയിലെ ലീഡേഴ്സും അവരുടെ രാജവംശത്തിന് മരുമകനും ചാടി കുതിച്ചു പറഞ്ഞു, അല്ലല്ല അത് അവരുടെ ഫോൾട്ടല്ല, അവരുടെ ഇതല്ല, അവരെ പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കാൻ ഇവരെല്ലാം ഇറങ്ങുന്നു. അത് എന്തുകൊണ്ട്? പ്രീണന രാഷ്ട്രീയം. കളമശ്ശേരിയിൽ സംഘടിപ്പിച്ച വികസിത കേരളം എറണാകുളം നോർത്ത് ജില്ലാ കൺവെൻഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പുതിയതായി BJP-യിലേക്ക് എത്തിയവരെ സംസ്ഥാന അധ്യക്ഷൻ സ്വീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം കൺവെൻഷന് നേതൃത്വം നൽകി. ആലുവ അദ്വൈതാശ്രമം സന്ദർശിച്ചുകൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഇന്നത്തെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചത്. മഠാധിപതി ധർമ്മചൈതന്യയുമായി ആശയവിനിമയം നടത്തിയ ശേഷം RSS മുൻ പ്രാന്ത സംഘചാലക് PB മേനോനെയും സന്ദർശിച്ചു. തുടർന്ന് BJP എറണാകുളം നോർത്ത് ജില്ലാ നേതൃയോഗം ചേർന്ന ശേഷമായിരുന്നു വികസിത കേരളം ജില്ലാ കൺവെൻഷൻ കൂടിയത്. ജനം, കൊച്ചി.